തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭൂരിപക്ഷം നേടിയതിനു ശേഷം പാർട്ടി മേയറെ തീരുമാനിക്കുമെന്ന് ബി.ജെ.പി. സംസ്ഥാന സെക്രട്ടറി വി രാജേഷ്. നിലവിലെ ഭരണസമിതിക്കെതിരെ തന്റെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങൾ ഇത്തവണ ഗുണം ചെയ്യും. കോർപ്പറേഷനിൽ ബി.ജെ.പി. അധികാരം പിടിക്കുമെന്നും വി രാജേഷ് മീഡിയ വണ്ണിനോട്. ഞങ്ങളുടെ പാർട്ടി ഭൂരിപക്ഷം നേടുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തിൽ ആ ഒരൊറ്റ ലക്ഷ്യം മുന്നിൽ വെച്ചാണ് ഞങ്ങളൊക്കെ പോകുന്നത്. ജനങ്ങളൊക്കെ ഞങ്ങളോടൊപ്പമാണ്. ഭൂരിപക്ഷം ലഭിച്ചതിന് ശേഷം പാർട്ടി ഉചിതമായ സമയത്ത് അക്കാര്യങ്ങൾക്ക് ചർച്ച ചെയ്യും. 3000 ക്രിമിനൽ കേസുകളാണ് ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നടത്തിയ സമരങ്ങളുടെ പേരിൽ ഏറ്റെടുത്ത്. എത്ര ദിവസം ജയിലിൽ കിടന്നു, എത്ര ദിവസം പട്ടിണി കിടന്നു, എത്ര ദിവസം ഞങ്ങൾ പോലീസ് ക്യാമ്പുകളിലായിരുന്നു, എന്തുമാത്രം മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി. ഇനി 3000 കേസുകൾ എത്ര വർഷം കഴിഞ്ഞാലാണ് കേസുകൾ തീരുന്നത്? ഇതൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ വിശ്വസിച്ച് ചെയ്തതാണ്. തീർച്ചയായിട്ടും ആ ഒരു അംഗീകാരം ഞങ്ങൾക്ക് ലഭിക്കും. വിജിനുണ്ട് വിവരങ്ങൾ നൽകാനായി. വിജിൻ, കഴിഞ്ഞ തവണ നിസ്സാര സീറ്റുകൾക്ക് ഭരണം നഷ്ടമായ ബി.ജെ.പി. ഇത്തവണ കച്ചമുറുക്കി രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്. അവർ ഭരണം എങ്ങനെയും പിടിക്കുമെന്നുള്ള ഒരു ലക്ഷ്യത്തോടെ. മറുവശത്ത് കോൺഗ്രസ് മുരളീധരന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ പ്രചരണം മുന്നോട്ട് പോകുന്നുണ്ട്. അവർ അത്രയും ആത്മവിശ്വാസത്തിലാണ്. കാരണം തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുൻപ് തന്നെ അവർ പ്രചരണത്തിൽ തന്നെ സജീവമായിരുന്നു. CPM ആകട്ടെ ഭരണം നിലനിർത്താൻ കഴിയുമെന്ന് പ്രഖ്യാപിക്കുകയും ടെക്കുകളെയും യുവതാരങ്ങളെയും ഒക്കെ ഇറക്കിക്കൊണ്ടാണ് അവരും മത്സര രംഗത്തുള്ളത്. അപ്പോൾ ഇപ്പോൾ വിജ്ഞാപനം വന്നു കഴിഞ്ഞിട്ട് ഒരു ദിവസം പിന്നിടുന്നു. എങ്ങനെയുണ്ട് ഒരു ഇലക്ഷൻ മൂഡ്? തിരുവനന്തപുരം കോർപ്പറേഷനിലാണ് സ്ഥാനാർത്ഥികളുടെ പൂർണ്ണമായ ചിത്രം തിരഞ്ഞെടുത്തത്. ചുരുക്കം ചില സ്ഥാനാർത്ഥികളെ മാത്രമാണ് പ്രഖ്യാപിക്കാനുള്ളത്. CPM അത് 8 സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം LDF അല്പസമയത്തിനകം നടത്തുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ വിജ്ഞാപനം ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ മുരളീധരന്റെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള ഒരു ഇടപെടൽ, ഒരു സമവായമൊക്കെ ഉണ്ടാക്കി കോൺഗ്രസ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത നിലയിലുള്ള ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് നേരത്തെ തന്നെ നടത്തിയത്. അതിന്റെ ആവേശം കോൺഗ്രസ് ക്യാമ്പിലുണ്ട്. നേരത്തെ 30 വർഷം മുമ്പാണ് കോൺഗ്രസ് അധികാരത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടായിരുന്നത്. പിന്നീട് പ്രതിപക്ഷ സ്ഥാനത്തേക്ക് പോകുന്നു. കഴിഞ്ഞ തവണ അത് പൂർണ്ണമായും ഇല്ലാതായി ബി.ജെ.പി. പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വരുന്ന കാഴ്ചയെ കൊണ്ടു. ഇപ്പോൾ 10 സീറ്റ് മാത്രമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അവിടെ നിന്ന് ഒരു തിരിച്ചുവരവാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുൻ MLA ശബരിനാഥിനെ തന്നെ നേതൃത്വം ഏൽപ്പിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കെ മുരളീധരനും ഒപ്പം തന്നെ UDF ഒക്കെ എത്തിയത്. അതിന്റെ ഭാഗമായി യുവനിരയെ ഇറക്കിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം തന്നെയാണ് അവർ നടത്തുന്നത്. കഴിഞ്ഞ ദിവസമാണ് LDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നത്. അതിലും പരിചയസമ്പന്നരായ യുവാക്കളുടെയും യുവതികളുടെയും ഒപ്പം തന്നെ സ്ത്രീകളുടെയും പരിചയസമ്പന്നരായ ആളുകളുടെയും ഒക്കെ പൂർണ്ണമായ പട്ടികയാണ് കഴിഞ്ഞ ദിവസം LDF പുറത്തിറക്കിയത്. അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ആണ് എന്നുള്ള അവകാശവാദം ഒക്കെയാണ് വി ജോയി അങ്ങനെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിക്കൊണ്ട് പറയുകയും ചെയ്തത്. എന്തായാലും ബി.ജെ.പി. സ്ഥാനാർത്ഥികളുമായിട്ടുണ്ട്. ബി.ജെ.പി. വി രാജേഷും ഒപ്പം തന്നെ ആർ ശ്രീലേഖ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകുന്ന പട്ടികയ്ക്കാണ് നേരത്തെ പ്രഖ്യാപിച്ചത്. അതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോൾ ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് ഇപ്പോൾ ഒരു ദിവസം മാത്രമാണ് ആയിട്ടുള്ളത്. അതിനിടെ തന്നെ വലിയ തരത്തിലുള്ള പ്രചാരണം വാർഡുകളിൽ സ്ഥാനാർത്ഥികൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ തന്നെ അവർ ഈ തെരഞ്ഞെടുപ്പ് പര്യടനം ഉൾപ്പെടെ നടത്തുന്നു. ഇപ്പോൾ റോഡ് ഷോ ഉൾപ്പെടെയുള്ളവയുമായി നേതാക്കൾ ഒക്കെ പങ്കെടുക്കുന്ന പരിപാടികളായി വലിയ ഒരു ആവേശത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ മുന്നണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം